പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സുജാതയുടെ സ്വത്തുക്കൾ ഏതു വിധേനയും കൈക്കലാക്കണമെന്ന് കാളിദാസ് ഗീതയോടായി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വിനീത് തന്റെ ബൈക്കിൽ ഗംഗയുമായി അങ്ങോട്ട് വന്നിറങ്ങുന്നത്. അവരെ കണ്ട് ദേഷ്യത്തോടെ അത്രയ്ക്ക് ധൈര്യമോ രണ്ടിനും എന്ന് ഗീത പറയേ, നീ പോയി അമ്മയോട് വരാൻ പറ എന്ന് കാളിദാസും. ഇത് ഞാൻ തന്നെ ഡീൽ ചെയ്താ പോരെ എന്ന് ഗീത ചോദിക്കേ, നീ അമ്മയോട് വരാൻ പറ എന്ന് ദാസ് വീണ്ടും പറയേ. ഗീത അമ്മയെ വിളിക്കാൻ പോകാൻ തുടങ്ങുമ്പോഴാണ് കയ്യിൽ കത്തിച്ചു പിടിച്ച നിലവിളക്കുമായി അങ്ങോട്ട് വരുന്ന അമ്മയെ കണ്ട് ദാസേട്ടാ നോക്ക് എന്ന് ഗീത പറയുന്നത്. അപ്പോഴേക്കും വിനീതും ഗംഗയും അങ്ങോട്ട് എത്തിയിരുന്നു. അവൻ ദാസേട്ടനോടായി, എന്താളിയാ മനസ്സിലായില്ലേ, ഇത് ഞാനാ വിനീത് എന്ന് പറയുമ്പോഴേക്കും സുജാത നിലവിളക്കുമായി അങ്ങോട്ട് വന്ന് നിലവിളക്ക് ഗംഗയുടെ നേരെ നീട്ടി കേറി വാ മോളെ എന്ന് സന്തോഷത്തോടെ വിളിക്കേ. ഗംഗയും സന്തോഷത്തോടു കൂടി ആ നിലവിളക്ക് ഏറ്റുവാങ്ങി വിനീതിനെ നോക്കുകയാ. സുജാതയും പറയുന്നുണ്ട്, ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് ഐശ്വര്യമായിട്ട് വലതു കാല വെച്ച് കയറി വാ മോളെ എന്നിവർ സ്നേഹത്തോടെ വിളിക്കെ. ഗംഗയും സന്തോഷത്തോടുകൂടി വലതുകാൽ വെച്ച് നിലവിളക്കുമായി ആ വീടിന്റെ പടി കയറുകയാ. അവർ മൂന്നുപേരും കൂടി സന്തോഷത്തോടെ കയറി പോകുമ്പോഴും ദേഷ്യത്തോടെ നോക്കി നിൽപ്പാ ഗീതയും ദാസും. എന്താടി ഇവിടെ നടക്കണേ എന്ന് ദാസേട്ടൻ ദേഷ്യത്തോടെ ചോദിക്കേ. എനിക്കൊന്നും അറിയില്ല എന്ന് ഗീതയും. അവൾക്കൊന്നും അറിയില്ല, ഒരുള്ള കുട്ടി. ആ തള്ള എന്തെങ്കിലും ഏടാകൂടം ഒപ്പിക്കാനാ പ്ലാനെങ്കിൽ നിന്റെ ചെള്ള പൊളിയും എന്ന് ദാസ് ഭീഷണിപ്പെടുത്തുകയാ. അവിടെ എപ്പോഴേക്കും പൂജ ഫോട്ടോയ്ക്ക് മുന്നിൽ നിലവിളക്ക് കൊണ്ടുപോയി വെച്ച് പ്രാർത്ഥിക്കുക ഗംഗയും വിനീതുമെല്ലാം. അപ്പോഴേക്കും സുജാത ഗംഗയോടായി പറയുന്നുണ്ട്, മക്കളെ വിനീതിന്റെ റൂമിലോട്ട് ചെന്ന് വിശ്രമിക്കും, ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ, ഉച്ചക്കത്തേക്ക് മാമ്പഴപ്പുളിശ്ശേരി അടക്കമുള്ള സദ്യ ഞാൻ ഒരുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോകുമ്പോഴേക്കും ദാസും ഗീതയും അങ്ങോട്ടെത്തുക. അത് കേൾക്കെ ദാസും ഗീതയോടായി പറയുന്നുണ്ട്, അപ്പോ 7 കൂട്ടം പായസമുള്ള സദ്യ എനിക്കല്ല. ഗംഗ അകത്തേക്ക് പോകുമ്പോഴേക്കും വിനീതും അങ്ങോട്ട് വന്ന്, ശരി അളിയ, നല്ല ക്ഷീണം, ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ, പിന്നെ കാണാമെന്ന് പറഞ്ഞ് റൂമിലേക്ക് പോവുക. ദാസും ദേഷ്യത്തോടെ ഗീതയോടായി, എന്തുകൊണ്ട് നിൽക്കുവാടി, ആ തള്ളയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിഞ്ഞോണ്ട് വാ, എന്നിട്ട് വേണം 16 അടിയന്തരം അവന്റെ വേണോ അതോ അവരുടെ വേണോ എന്ന് തീരുമാനിക്കും എന്ന് പറയേ. ഗീതയും അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ്. അടുക്കളയിൽ ജോലിയിലായിരുന്ന സുജാതയും ഇടയ്ക്കിടെ ഗീത വരുന്നുണ്ടോന്ന് എത്തി നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ഗീതയും അങ്ങോട്ട് വന്ന് മൂടി വെച്ചിരുന്ന വിഭവങ്ങളെല്ലാം തുറന്ന് രുചിയുണ്ടോന്ന് നോക്കുകയാണ്. പിന്നീട് അവൾ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് അമ്മയെ തനിക്ക് അഭിമുഖമായി പിടിച്ചു നിർത്തി, അമ്മ ഇത് എന്ത് ഭാവിച്ചാ എന്ന് ചോദിക്കേ. എന്തു പറ്റിയടി എന്ന് അമ്മയോ. അമ്മ ഇത് എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നേ എന്നവൾ വീണ്ടും ചോദിക്കേ. ഓ നേരാ, ശകലം കുഴപ്പമായി, പുറത്തെരിച്ചു വെച്ച പച്ചച്ചെമ്മീനെ നല്ല എരി, ശകലം തേങ്ങാപ്പാലും കൂടി ചേർത്ത് തിളപ്പിച്ചാ മതി എന്നാ തോന്നുന്നേ എന്നവർ പറയേ. അമ്മ എന്നെ പൊട്ടിയാക്കുവാണോ എന്ന് ഗീതയും. പൊട്ടിയാക്കുവാന്നോ, കാര്യം എന്താന്ന് വെച്ചാ പറയടി എന്നമ്മ പറയേ. കാര്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ലേ, പടിയടച്ച് പിണ്ടം വെക്കാനിരുന്നവനെയും കെട്ടിയോളെയും എന്തിനാ നിലവിളക്കും കൊടുത്ത് വീട്ടിലേക്ക് സ്വീകരിച്ചേ എന്നവൾ ദേഷ്യത്തോടെ ചോദിക്കേ. ഓ അതാണോ എന്ന് ചോദിച്ച് സുജാത തന്റെ ജോലിയിലേക്ക് മുഴുകുമ്പോഴേക്കും അമ്മയ്ക്കത് നിസ്സാരം, എന്നാ പിന്നെ അവളുടെ കാലം കൂടി കഴുകി കൊടുക്കാൻ പാടില്ലായിരുന്നോ എന്ന് ഗീതയും ചോദിക്കുക. അവിടെ എല്ലാം കേട്ടുകൊണ്ട് ഒളിഞ്ഞു നിൽപ്പാ ദാസും. അവര് പറഞ്ഞ പിന്നെ അതും കൂടി ചെയ്തു കൊടുക്കുമടി, ഞാനല്ല നീയും നിന്റെ കെട്ടിയനും എന്നമ്മ പറയേ. ഞങ്ങളോ, ഞങ്ങളുടെ പട്ടി കഴുകി കൊടുക്കും എന്ന് ഗീതയും. എന്ന സ്വത്തും ആ പട്ടിക്ക് തന്നെ എഴുതി കൊടുക്കേണ്ടി വരും. എടി, ഈ പറമ്പും വീടുമൊക്കെ സമ്പാദിച്ചതേ ഞാനല്ല, അത് നിങ്ങളുടെ അച്ഛൻ സുകുമാരനാ, അങ്ങേര് മരിച്ചപ്പോ അതെനിക്ക് കൈമാറി കിട്ടിയെന്ന് മാത്രം എന്ന് വെച്ചാ അനന്തരാവകാശികളായ നിങ്ങളുടെ അനുവാദം കൂടാതെ എനിക്ക് തോന്നുമ്പടി അത് കൈമാറ്റം ചെയ്യാൻ പറ്റില്ലെന്ന്. എടി, സ്വത്ത് നിനക്ക് എഴുതി തരണമെങ്കിൽ അവന്റെയും, അവൻ എഴുതി കൊടുക്കണമെങ്കിൽ നിന്റെയും സമ്മതം വേണം എന്നവർ പറയേ. അങ്ങനെയൊക്കെയുണ്ടോ എന്ന് ഗീതയും. ആ അതാ നിയമം എന്നമ്മ പറയേ. എല്ലാം കേട്ട് നിൽക്കായിരുന്ന ദാസും അങ്ങോട്ട് വന്ന്, ഇവക്ക് വല്ല വിവരം ഉണ്ടോ അമ്മേ, ഞാൻ പറഞ്ഞതാ അമ്മ എങ്ങനെ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാവുമെന്ന്. പുലിയെ പോലെ നിന്ന അമ്മ അല്ലെങ്കിൽ പരവതാനി വിരിച്ച് അവരെ സ്വീകരിക്കോ എന്ന് ദാസ് സ്നേഹത്തോടെ പറയേ. എന്നാലും അമ്മയ്ക്ക് എങ്ങനെയാ ഇത്ര പെട്ടെന്ന് സ്നേഹം പൊട്ടിമുളച്ചെന്നാ എന്ന് ഗീതയും ചോദിക്കുന്നുണ്ട്. ഓ അതോ, സത്യം പറഞ്ഞ ഇന്നലെ രാത്രി കൊണ്ട് എനിക്ക് മതിയായി, സ്വത്തിന്റെ പിന്നാലെ തല്ലും പിടുത്തവും കൂടാനൊന്നും എനിക്ക് വയ്യ. പ്രായമായി വരികയല്ലേ, നിങ്ങൾ 2 കൂട്ടരുമാണ് ഒരു തീരുമാനത്തിലെത്തേണ്ടത്, അത് നിങ്ങൾ തമ്മിലായിക്കോ എന്നമ്മ പറയേ. അപ്പോ അമ്മ അവരെ വിളിച്ചിരിക്കുന്നത് ചർച്ചയ്ക്കാണോ എന്ന് ദാസും ചോദിക്കുന്നുണ്ട്. ചർച്ചയുടെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ അവനെ അനുനയിപ്പിച്ച് കയ്യിലെടുക്കുന്നത് പോലെ ആയിരിക്കും കാര്യങ്ങള്. വിനീത് ഒരൊറ്റ ബുദ്ധിയാണെന്ന് അറിയാലോ, ഗംഗയാണെങ്കിൽ +2 പാസ്സായിട്ടുമില്ല, അവരെ പറഞ്ഞു മനസ്സിലാക്കുന്നതിലാ നിങ്ങളുടെ സാമർഥ്യം, അല്ലാതെ എനിക്ക് നേരെ വെട്ടുകത്തി എടുക്കാനല്ല എന്നമ്മ പറയേ. ഗീതയും ഒരു ചിരിയോടെ, അതൊക്കെ വിടമ്മേ, സത്യം പറഞ്ഞ അമ്മയ്ക്ക് ഞങ്ങളോട് ഇത്രയും സ്നേഹമുള്ള കാര്യം ഞങ്ങൾ ഇപ്പോഴാ തിരിച്ചറിയുന്നത് എന്നവൾ പറയേ. സുജാതയും ഒരു ചിരിയോടെ, എനിക്ക് നിങ്ങളോട് ശരിക്കുമുള്ള സ്നേഹം നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ. അതുകൾക്ക് ഗീതയും, അതെന്താ അമ്മേ എന്ന് ചോദിക്കേ. അല്ല, അവര് സമ്മതം തന്നു കഴിയുമ്പോ ഈ സ്വത്തുക്കളൊക്കെ നിങ്ങൾക്ക് എഴുതി തരുന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നമ്മ പറയുന്നത് കേൾക്കെ ദാസിനും സന്തോഷമാവുകയാ.
പിന്നൊരു കാര്യം, ബാങ്ക് ഡെപ്പോസിറ്റും ആഭരണങ്ങളുമൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നെ തന്നേക്കാം. ഈ പുരയിടത്തിന്ന് ഒരു സെന്റ് ഭൂമി അവരുടെ കയ്യിൽ പോവാതെ നിങ്ങൾ നോക്കണം. അതുപോലെ സോപ്പിട്ടോണം എന്ന് സുജാത പറയേ. അതൊക്കെ ഞങ്ങളേറ്റമ്മേ എന്ന് ദാസും സന്തോഷത്തോടുകൂടി പറയുകയാ. ദേ, വാക്ക് പറഞ്ഞ വാക്കാവണം. ഇതൊക്കെ കഴിഞ്ഞ് എനിക്ക് അവരെ പിടിച്ച് പിണ്ടം വെക്കാനുള്ളതാ എന്നമ്മ ദേഷ്യം അഭിനയിച്ച് പറയേ. ഇനി അതൊക്കെ നടക്കും അമ്മേ എന്ന് ഗീതയും. എടി, അതിനാ ബുദ്ധി വേണമെന്ന് പറയുന്നത്. അവനെ ഈ വീട്ടിൽ വിളിച്ചു കയറ്റിയതോ നിലവിളക്ക് കൊളുത്തിയതോ സ്വീകരിച്ചതോ നിങ്ങളല്ലാതെ 4 ആള് കണ്ടോ എന്നമ്മ ചോദിക്കേ. ഇല്ലെന്ന് സന്തോഷത്തോടെ ഗീതയും. എങ്കി സ്വത്തൊന്നും വേണ്ടാന്ന് അവരുടെ കയ്യിൽ നിന്ന് കൈയോടെ എഴുതി വാങ്ങിച്ചു കഴിഞ്ഞാ പിന്നെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അതേസമയം ഈ നാട് മൊത്തം സാക്ഷിയാക്കിയിട്ടാ ഞാൻ അവനെ പടിയടച്ചു പിണ്ടം വെക്കുമെന്ന് പറഞ്ഞത്. എന്റെ ജീവൻ പോയാലും എനിക്ക് എന്റെ വാക്ക് പാലിച്ചേ പറ്റൂ എന്നമ്മ തീർത്തു പറയേ. അമ്മയുടെ ഇത്തരം വാശികളാ ഞങ്ങളുടെ ഭാഗ്യം. അമ്മ പഴയതൊക്കെ മറന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ ഒരു നിമിഷം തെറ്റിദ്ധരിച്ചു എന്ന് ഗീത പറയേ. അമ്മയൊന്നും മറക്കുന്നവളല്ലാന്ന് എന്റെ കുഞ്ഞിന് മനസ്സിലാവാൻ പോകുന്നതേ ഉള്ളൂ എന്ന് സുജാതയും. എന്ന് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ അമ്മേ എന്ന് ഗീത പറയേ. പൊയ്ക്കോളൂ മക്കളെ എന്ന് സുജാതയും സന്തോഷത്തോടെ പറയുകയാ. ശരിയെന്ന് പറഞ്ഞ് ദാസേട്ടനെയും വിളിച്ച് സന്തോഷത്തോടെ അടുക്കളയിൽ നിറങ്ങി പോവുകയാ ഗീതയും. അവർ പോയി കഴിയേ സുജാതയും മനസ്സിൽ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ചെല്ലങ്ങോട്ട്. അവിടെ റൂമിലെ ബെഡിലിരിക്കുന്ന വിനീതിനോടായി ഗംഗ ചോദിക്കുന്നുണ്ട്, നമുക്ക് തുടങ്ങിയാലോ വിനീതേട്ടാ? പിന്നെന്താ, ഗംഗ അടുക്കളയിലേക്ക് പോയിക്കോ എന്ന് വിനീത് പറയേ. അപ്പൊ വിനീതേട്ടൻ എന്ന് ഗംഗയും. എനിക്ക് വേണ്ടതൊക്കെ ചാത്താമാർ ഇവിടെ കൊണ്ടുവന്ന് തരും എന്ന് വിനീത് പറയേ. എന്നാ ശരി എന്ന് പറഞ്ഞ് ഗംഗ ചെന്ന് ഡോർ തുറന്നുകൊണ്ട് വീണ്ടും തിരിഞ്ഞു നിന്ന്, പിന്നെ പല പ്രലോഭനങ്ങളും ഉണ്ടാവും, അതിനെയൊക്കെ അതിജീവിക്കണം കേട്ടോ എന്നവൾ പറയേ. ശരി ശരി ചെല്ലെന്ന് അവളെ പറഞ്ഞു വിടുകയാ വിനീത്. അവിടെ അടുക്കളയിൽ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുകയാ സുജാത. അപ്പുറത്തു തന്നെ മൊബൈൽ നോക്കി ഗീതയും ഇരിപ്പുണ്ട്. ഗംഗ അങ്ങോട്ട് ചെന്ന് ജോലിയൊക്കെ കഴിഞ്ഞോ അമ്മായി എന്ന് ചോദിക്കേ. ആയി വരുന്നു മോളെ എന്ന് സുജാതയും പറയുന്നുണ്ട്. ഗംഗ അവിടെ ഇരുന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്ന ഗീതയെ കണ്ട്, ഇതെന്താ ഗീതച്ചി സൂപ്പർവൈസറാണോ എന്നവൾ ചോദിക്കേ. ഓ, അതിനേക്കാളുമൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലേ മൊബൈലിലുള്ളത് എന്നമ്മയും. അത് കേട്ട് ഗീതയും, ചുമ്മാ ഇല്ലാ വചനം പറയില്ലേ. ഗംഗ കേട്ടോണം, അടുക്കളയിൽ ഒരു വസ്തു തൊടിയിക്കില്ല അമ്മ എന്നെ കൊണ്ട്. എനിക്ക് കൈപുണ്യം പോരാ, ഞാൻ ചെയ്ത എല്ലാ കുളമാക്കുമെന്നാ അമ്മ പറയുന്നത്. എന്നാലും ഞാൻ ഇവിടെ ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കും. എനിക്ക് അടുക്കളയുടെ മണമടിച്ചില്ലെങ്കിലേ പ്രാണവായു കിട്ടാത്ത പോലെയാ എന്ന് പറഞ്ഞവൾ വീണ്ടും മൊബൈൽ നോക്കിയിരിക്കേ. ഗീതച്ചിക്ക് പാചകം അത്രയ്ക്ക് ഇഷ്ടാ എന്ന് ഗംഗയും ചോദിക്കുക. പിന്നല്ലാതെ ദാസേട്ടന്റെ സ്വന്തം അമ്മായി എപ്പോഴും ചോദിക്കും, ഇവളെ പെറ്റു വീണത് അടുക്കളയിലാണോന്നൊക്കെ. അവിടെയൊക്കെ ഞാൻ ഫുൾ ടൈം അടുക്കളയിലല്ലേ എന്ന് ഗീത ആവശ്യത്തോടെ പറയേ. ഗംഗ ഫ്രിഡ്ജ് തുറന്ന് ബീട്രൂട്ട് എടുത്ത്, എന്നാലേ അടുപ്പിൽ പെറ്റുവീണ ഗീതച്ചി അടുക്കളയിൽ അങ്ങനെ ചുമ്മാ നിൽക്കണ്ട, ഈ ബീട്രൂട്ട് ഒന്ന് അരിഞ്ഞു വെക്ക് എന്ന് പറയേ. അതെങ്ങനെ, അമ്മയില്ലേ എല്ലാം ഉണ്ടാക്കുന്നത് എന്ന് ഗീതയും. ഇത് അമ്മ ഉണ്ടാക്കുന്നതല്ല, ഞാൻ ഉണ്ടാക്കുന്നതാ എന്നവൾ പറയേ. എങ്കി പിന്നെ നീ അരിഞ്ഞോണം എന്ന് ഗീതയും. എന്റെ ഗീതച്ചി, വിഭവങ്ങൾ കുറെ ഉണ്ടാക്കാൻ കിടപ്പുണ്ട്. ബീട്രൂട്ടും ചക്കക്കുരുവും ചേർത്തുള്ള അവിയല്, വെള്ളരിക്ക പച്ചടി, ചെമ്മീൻ അവിയല്, ഇതൊക്കെ പാചകം ചെയ്യുന്നതിന്റെ കൂടെ അരിയേയും പാത്രം കഴുകുകയും ഒക്കെ ചെയ്യണ്ടേ. കഴിക്കുമ്പോ എല്ലാവരും ഒരുമിച്ചല്ലേ കഴിക്കുന്നത്, അപ്പോ ജോലിയും ഒന്നുപോലെ ഷെയർ ചെയ്യുന്നതല്ലേ നല്ലത് എന്ന് ഗംഗ പറയേ. സുജാതയും ഗീതയുടെ അരികിലേക്ക് ചെന്ന്, അവളിപ്പോൾ ഷെയറിന്റെ കാര്യം പറഞ്ഞത് കേട്ടില്ലേടി, അതിലെന്തോ ഒരു ദുരൂഹത ഇല്ലേ? അവൾ ഉദ്ദേശിച്ചത് സ്വത്തിന്റെ കാര്യമാണെങ്കിലോ? നിനക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞാ എങ്ങനാ എന്ന് സുജാത രഹസ്യമായി ചോദിക്കേ. അമ്മയാ കത്തി ഇങ്ങെടുക്ക് എന്ന് ഗീതയും പറയുന്നുണ്ട്. അമ്മ കത്തിയെടുത്ത് കൊടുക്കുമ്പോഴേക്കും അത് സന്തോഷത്തോടെ വാങ്ങിക്കൊണ്ട്, നമുക്ക് ഷെയർ ചെയ്തേക്കാം ഗംഗേ എന്ന് പറഞ്ഞവൾ കൈ നീട്ടി നിൽക്കേ. ഒന്ന് പെട്ടെന്ന് വേണം ഗംഗേച്ചി, ഇത് കഴിഞ്ഞിട്ട് വേണം ചക്കക്കുരു പൊളിക്കാനും മുരിങ്ങയ്ക്കും പാവയ്ക്കും എല്ലാം അരിയാനും എന്നാ ബീറ്റ്റൂട്ട് നൽകിക്കൊണ്ട് ഗംഗയും പറയുകയാണ്. അവിടെ റൂമിൽ വിനീതും തന്റെ ബെഡിൽ കിടക്കുമ്പോഴാണ് കാളിദാസ് ആ റൂമിന്റെ ഡോറിനരികിലേക്ക് വന്ന് ഷ് എന്ന് വിളിക്കുന്നത്. ആ ശബ്ദം കേട്ട് വിനീതും എഴുന്നേറ്റ് മച്ചിലേക്ക് നോക്കി നടക്കുമ്പോഴാണ് ദാസ് അകത്തേക്ക് കയറി വിനീതേ എന്ന് വിളിക്കുന്നത്. വിനീത് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഒരു ബ്രാൻഡി കുപ്പി ഉയർത്തി കാണിച്ച് സന്തോഷത്തോടെ ചിരിക്കുകയാ ദാസും. വിനീതും അത് കണ്ട് വാ പൊളിച്ച് സന്തോഷത്തോടെ ചിരിക്കുകയാ. പിന്നീട് മുറ്റത്ത് സിമന്റ് ബെഞ്ചിൽ വിനീത് ഇരിപ്പുണ്ട്. അരികെ ബ്രാൻഡ് കുപ്പിയും ഗ്ലാസും വെള്ളവും. അപ്പോഴാണ് ഒരു കുല പച്ചമാങ്ങയും പറിച്ച് ദാസേട്ടൻ അങ്ങോട്ട് വരുന്നത്. ഞാൻ അടി തുടങ്ങിയെന്ന് അളിയൻ എങ്ങനെ മനസ്സിലായി എന്ന് വിനീത് ചോദിക്കേ. അതൊക്കെ ഞാൻ നേരിട്ട് കണ്ടതല്ലേ അളിയ. അളിയനും കൂട്ടുകാരും കൂടി കഴിഞ്ഞ ദിവസം രാത്രി തയ്യൽ കടയിൽ കുപ്പിയുടെ ചുറ്റും നിന്ന് ഡാൻസ് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു എന്ന് ഗ്ലാസ്സിലേക്ക് ബ്രാൻഡി ഒടിച്ചുകൊണ്ട് ദാസേട്ടൻ പറയുകയാ. ഞാൻ അതവിടെ വന്ന് പറഞ്ഞപ്പോ ഗീതയുടെ അമ്മയ്ക്ക് ചില്ലറ വിഷമമൊക്കെ ആയി. പക്ഷേ ഉള്ളത് പറഞ്ഞ എനിക്ക് സന്തോഷം തോന്നിയാളിയാ. മദ്യപിക്കുന്നവരാ ശരിക്കുള്ള മനുഷ്യരെന്നാ ഞാൻ പറയുന്നത്. അവരുടെ മനസ്സ് ശുദ്ധമാണ്, മനസ്സിലൊന്നും ഇരിക്കത്തില്ലെന്നേ. അവര് കള്ളിന്റെ പുറത്തുണ്ടാക്കുന്ന ബന്ധങ്ങളിൽ ഒരു സത്യമുണ്ട്, തകർക്കാൻ പറ്റാത്ത വിശ്വാസം എന്നൊക്കെ ഏതോ ഒരു പരസ്യത്തിൽ പറയാറില്ലേ. പിന്നെ വേറൊരു ഗുണം കൂടി ഉണ്ടളിയ, നല്ല 1ാം ക്ലാസ് ജാമ്യക്കാരനായി കള്ള്. കള്ളിന്റെ പുറത്ത് നമുക്ക് എന്ത് വേണേലും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. പിറ്റേ ദിവസം കള്ളിന്റെ പുറത്ത് പറ്റിയതാ എനിക്കൊന്നും ഓർമ്മയില്ലെന്നൊക്കെ പറഞ്ഞാൽ മതി.
കുറ്റം കള്ളിനിരുന്നോളും, നമ്മൾ ഫ്രീ എന്ന് പറഞ്ഞ് ദാസ് തന്റെ ഗ്ലാസ്സിലെ മദ്യമെടുത്ത് കുടിക്കാൻ തുടങ്ങുമ്പോഴേക്കും വിനീത് അളിയും കാണാതെ തനിക്കായി ഒഴിച്ചു വെച്ച ഗ്ലാസ്സിലെ മദ്യം പുറത്തേക്ക് ഒഴിച്ച് ചുണ്ടു തുടച്ച് ഗ്ലാസ് വെക്കുമ്പോഴേക്കും അളിയ ഒറ്റ വലിയാണല്ലേ എന്നത് കണ്ട് കാളിദാസൻ ചോദിക്കുന്നുണ്ട്. തുടക്കത്തിലെ നല്ല പുരോഗതിയാണല്ലോ അളിയ എന്ന് ദാസ് ചോദിക്കേ. എനിക്കൊന്നും പിന്നത്തേക്ക് മാറ്റി വെക്കുന്നത് ഇഷ്ടമല്ല അളിയ എന്ന് വിനീതും. ടച്ചിങ്സ് കഴിക്കളിയ, മദ്യപിക്കുമ്പോഴേ നമ്മളെ ഹെവി ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞ് മാങ്ങ കഴിച്ചുകൊണ്ട് അളിയ ടച്ചിങ്സ് ആണെങ്കിലും മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും എനിക്കിങ്ങനെ നാച്ചുറൽ കാര്യങ്ങളാ ഇഷ്ടം, പ്രകൃതിയുടെ കയ്യിൽ നിന്ന് കനിഞ്ഞും കിട്ടുന്നത് പോലെ എന്നളിയൻ പറയേ. ഒന്നുകൂടി ഒഴിക്കളിയ, ഒരു മൂടാവട്ടെ എന്ന് മാങ്ങ മുറിച്ചുകൊണ്ട് വിനീതും പറയുന്നുണ്ട്. വീണ്ടും ഗ്ലാസ്സിലേക്ക് ഒഴിച്ചുകൊണ്ട് പ്രത്യേകിച്ച് വീടും പറമ്പുമൊക്കെ എനിക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടമായി എന്ന് പറഞ്ഞ് കാളിദാസ് വീണ്ടും വീണ്ടും മദ്യം കുടിക്കുകയും വിനീത് തനിക്കായി ഗ്ലാസ്സിൽ ഒഴിക്കുന്നത് പുറത്തേക്ക് കളയുകയും ചെയ്യുകയും. അളിയ മൊത്തം സെറ്റല്ലേ എന്ന് ദാസ് ചോദിക്കേ. പിന്നെ അല്ല എന്ന് മദ്യപിച്ച് ആടിക്കുഴഞ്ഞ് അഭിനയിച്ചുകൊണ്ട് വിനീതും. എന്ന് എനിക്കൊരു ആഗ്രഹം പറഞ്ഞോട്ടെ എന്ന് ദാസ് ചോദിക്കേ. വിനീതും ആടിക്കുഴഞ്ഞ നാവോടെ അളിയും പറയളിയ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ ആഗ്രഹം നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് ദാസ് പറയേ. എന്ന് ഏത് തെണ്ടി അളിയ പറഞ്ഞ എന്ന് വിനീതും. തൽക്കാലം അത് പറഞ്ഞത് ഞാനാ, ആ ആഗ്രഹം നടക്കാൻ ഒരാള് തടസ്സമാണ് എന്നളയും പറയേ. അതാരാ അളിയ, നമുക്കവനെ തട്ടാം എന്ന് ആടിക്കുഴഞ്ഞ നാവായി അഭിനയിച്ച് വിനീതും. അവനല്ല അളിയ, അവളാ എന്നളിയൻ പറയേ. അവളെങ്കി അവള്, അളിയൻ ആളാരാന്ന് പറ അളിയ എന്ന് വിനീതും. അതാരാണെങ്കിലും അളിയൻ എന്റെ കൂടെ നിൽക്കോ എന്ന് ദാസേട്ടൻ ചോദിക്കേ. പിന്നല്ലാതെ, നമ്മളിപ്പോ ചാൻസ് അല്ലേ അളിയ എന്ന് വിനീതും. പറയാം അളിയ എന്ന് പറഞ്ഞ് വീണ്ടും ഗ്ലാസ്സിലേക്ക് മദ്യം ഒഴുക്കുക ദാസ്. അവിടെ ബീറ്റ്റൂട്ട് അരിഞ്ഞു കഴിഞ്ഞ് ഗംഗെ കഴിഞ്ഞില്ലേ എന്ന് ഗീത ചോദിക്കേ. തീർന്നില്ല ഗീതേച്ചി, ചക്കക്കുരു മുതലുള്ള ഐറ്റംസ് വേറെ കിടപ്പുണ്ട് എന്ന് ഗംഗ പറയുമ്പോഴാണ് അയ്യോ എന്നുള്ള വിനീതിന്റെ നിലവിളി ശബ്ദം കേൾക്കുന്നത്. പരിഭ്രമത്തോടെ എന്താ അത് എന്ന് ഗീത ചോദിക്കേ. അത് മണിക്കുട്ടി മാസം തികഞ്ഞ് നിൽക്കുവല്ലേടി, അവളായിരിക്കുമെന്ന് സുജാതയും. വീണ്ടും അമ്മ ചെയ്യുന്ന ഉറക്കെ നിലവിളിക്കുന്ന ശബ്ദം കേട്ട് ആടിന്റെ ശബ്ദമല്ലല്ലോ അമ്മായി അതെന്ന് ഗംഗയും. പിന്നെ എന്ന് അമ്പരപ്പോടെ സുജാത ചോദിക്കേ. രക്ഷിക്കണേ, ആരെങ്കിലും ഓടി വരണേന്ന് നിലവിളിക്കുന്ന ശബ്ദം കേൾക്കേ. ആ കേൾക്കുന്നത് മനുഷ്യന്റെ ശബ്ദമാണല്ലോ എന്ന് പറഞ്ഞ് പരിഭ്രമത്തോടെ സുജാത ഇറങ്ങി ഓടുമ്പോഴേക്കും ഗംഗയും പുറകെ ഓടുന്നുണ്ട്. പരിഭ്രമത്തോടെ നിൽക്കുകയായിരുന്ന ഗീതയും അവരുടെ പുറകെ ഓടിയെത്തുമ്പോഴേക്കും പിന്നാമ്പുറത്ത് വിനീത് ദാസേട്ടന്റെ കഴുത്തിൽ പിടി മുറുക്കിയിരുന്നു. സുജാതയും ഗീതയും ഗംഗയും എല്ലാം വിനീതിന്റെ പിടി വിടുവിക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും വിനീതിന്റെ തോർത്തുകൊണ്ടുള്ള ദാസേട്ടന്റെ കഴുത്തിലെ പിടി കൂടുതൽ മുറുക്കുകയായിരുന്നു. അവൻ ദേഷ്യത്തോടെ ദാസേട്ടനെ മുറ്റത്തേക്ക് തള്ളിയിടുമ്പോഴേക്കും ഗീതയും ഓടിച്ചെന്ന് അയ്യോ ദാസേട്ടാ, എന്തെങ്കിലും പറ്റിയോ ദാസേട്ടാ എന്ന് ചോദിച്ച് ദാസേട്ടനെ നിലത്തുനിന്ന് പൊക്കിയെടുക്കുകയാണ്. വിനീതും ദേഷ്യത്തോടെ രക്ഷപ്പെട്ടു പോവാമെന്ന് കരുതണ്ട നീ എന്ന് പറയേ. വിനീതെന്ന് വിളിച്ച് അമ്മയും ഗംഗയും കൂടി വിനീതിനെ തടഞ്ഞു നിർത്തുകയാ. അവനെ വിളിച്ചോണ്ട് പോടി എന്ന് ഗീതയോടായി അമ്മ വിളിച്ചു പറയേ. ഞാൻ എടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ലമ്മേ, മുടിഞ്ഞ വെയിറ്റ് എന്ന് ദാസേട്ടനെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കിക്കൊണ്ട് ഗീത പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും കൊണ്ടുപോടി, ഇല്ലെങ്കിൽ നീ ഇന്ന് വിധവയാ എന്നമ്മ വിളിച്ചു പറയുമ്പോഴേക്കും ഗീതയും ദാസേട്ടനെ എങ്ങനെയെങ്കിലും താങ്ങിപ്പിടിച്ച് നടത്തിക്കൊണ്ട് പോവുകയാ. അവർ പോയി കഴിയുമ്പോഴേക്കും ഗംഗയും വിനീതനോടായി ചോദിക്കുന്നുണ്ട്. വിനീതേട്ടാ ഓക്കെ അല്ലേ എന്ന്. അതെ എന്ന് പറഞ്ഞ് വിനീത് വീണ്ടും ആരടാ അത്, ഓടറാ എന്ന് ദേഷ്യത്തോടെ ഒച്ചവെക്കുന്നുണ്ട്. വിനീതേട്ടാ വേണ്ട എന്ന് ഗംഗ പറയേ. വിനീതും തന്റെ മീശ പിരിച്ച് അവർ പോകുന്നത് നോക്കി ഒരു ചിരിയോടെ അമ്മയെ ചേർത്ത് പിടിക്കുകയാ. പിന്നീട് ഗീതയുടെ റൂമിൽ ബെഡിൽ വണ്ടി ഓടിച്ച് കളിച്ചോണ്ടിരിക്കുക പൊന്നും. കഴുത്തുളുക്കി ദാസേട്ടനും അവിടെ ഇരിപ്പുണ്ട്. പോവാൻ റെഡിയായി ഡ്രസ്സെല്ലാം ബാഗിൽ ഒതുക്കി വെക്കുകയാ ഗീതയും. വഴിന്ന് എല്ലാരും മാറിക്കോ എന്ന് വിളിച്ചു പറഞ്ഞ് പൊന്നു ആ വണ്ടി കൊണ്ടുപോയി ദാസേട്ടന്റെ പിറകിലിടിക്കുകയാ. ഒരു ഞെട്ടലോടെ അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോഴേക്കും കഴുത്ത് വേദനിച്ച് എന്റെ അമ്മയെ എന്ന് നിലവിളിക്കുകയാ. അത് കേട്ട് ഗീതയും എന്താ ദാസേട്ടാ, കുറെ നേരമായല്ലോ നിലവിളിയും ബഹളവും ഒക്കെ ആയിട്ട് എന്ന് ചോദിക്കേ. എനിക്ക് പിടലി വയ്യാതിരിക്കുകയാണെന്ന് ഈ കുട്ടിച്ചത്തനോടൊന്ന് പറഞ്ഞു കൊടുക്കടി എന്ന് ദാസേട്ടനും. പാരന്തിനെ പോലെ ഇരുന്ന മനുഷ്യനാ, അവൾക്കറിയാമോ ഓരോന്ന് വന്ന് വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്ന കാര്യം എന്ന് ദാസേട്ടനോടായി പറഞ്ഞ് പൊന്നുവിനോടായി അങ്ങോട്ട് മാറിയിരുന്ന് കളിക്കടി, നിന്റെ അച്ഛൻ ഇനി കാർ അടിക്കാൻ കൂടി ബാക്കിയുള്ളൂ എന്ന് ഗീത പറയേ. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയടി എന്ന് ദാസേട്ടനും. മുഖത്ത് നോക്കി തന്നെയാ പറഞ്ഞത് എന്ന് ഗീത പറയേ. എനിക്ക് അങ്ങോട്ട് തല തിരിക്കാൻ പറ്റത്തില്ല, കാണാൻ പറ്റുന്നിടത്തേക്ക് നീ നിക്കടി, ഇങ്ങ് ഇടത് ഭാഗത്തേക്ക് നിക്കടി എന്ന് ഇടത്തേക്ക് തലതിരിച്ചിരിക്കുന്ന ദാസേട്ടൻ പറയുകയാണ്. ഗീത അങ്ങോട്ട് ചെന്ന് ദേ ഇങ്ങനെ രാജമാണിക്യം കളിക്കാതെ മര്യാദയ്ക്ക് ആ വർഗീസ് വൈദ്യരെ കണ്ടിട്ട് പോവാം, പെടലിയെങ്കിലും നേരെ ഇരിക്കും എന്ന് പറയേ. അതൊന്നും വേണ്ട, എല്ലാം പൊതിഞ്ഞെടുത്തെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് പോവാം എന്ന് ദാസേട്ടനും. ഈ പെടലിയും വെച്ചോണ്ട് എങ്ങനെയാ മനുഷ്യ, ഒരു കോളർ ബെൽറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കഴുത്തിലെങ്കിലും ഇടാമായിരുന്നു എന്നവൾ പറയേ. പോകുന്ന വഴിക്ക് നമുക്ക് നോക്കാടി എന്ന് ദാസേട്ടനും. അതുവരെ ഞാനൊരു തോർത്ത് നിങ്ങൾക്ക് കഴുത്തിന് മുറുക്കി കെട്ടി തരട്ടെ എന്നവൾ ചോദിക്കേ. അയ്യോ തോർത്തൊന്നും വേണ്ട, ഇനി കുളിക്കുമ്പോ പോലും തോർത്ത് എനിക്ക് വേണ്ട എന്ന് ദാസേട്ടനും. ഗീത അങ്ങോട്ട് ചെന്ന് കൈ പൊക്കിക്കേ എന്ന് പറയേ. എന്താടി തോക്കുമായിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ദാസേട്ടനും. ഷർട്ട് ഇടാന മനുഷ്യ എന്ന് പറഞ്ഞ ഗീത ദാസേട്ടനെ ഷർട്ട് ഇടിക്കുമ്പോഴാണ് ഗംഗ അങ്ങോട്ട് വന്ന് ഗീതേച്ചിന്ന് വിളിക്കുന്നത്. ആരടി അവിടെ എന്ന് ദാസേട്ടൻ ചോദിക്കേ. ഗംഗ
എന്ന് ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഗീത. ഒറ്റയ്ക്കേ ഉള്ളോ എന്ന് ദാസേട്ടൻ ചോദിക്കേ. ഒറ്റയ്ക്കേ ഉള്ളൂ എന്ന് ഗീതയും. ഹോ സമാധാനം എന്ന് ദാസേട്ടൻ പറയേ. എന്താടി എന്ന് ഗീത ഗംഗയോടായി വിളിച്ചു ചോദിക്കുന്നുണ്ട്. അമ്മായി വിളിക്കുന്നു ഊണ് കഴിക്കാൻ എന്ന് ഗംഗ പറയേ. മതിയടി, തൃപ്തിയായി, നിന്റെ കെട്ടിയവൻ ഞങ്ങൾക്ക് വിളമ്പി തന്നല്ലോ എന്ന് ഗീതയും ദേഷ്യത്തോടെ പറയുകയാണ്. എന്റെ കെട്ടിയവനോ? വിനീതേട്ടൻ എന്റെ കെട്ടിയവനാവുന്നതിന് മുമ്പ് ഗീതേച്ചിയുടെ അനിയനും സുജാത അമ്മായിയുടെ മകനും കൂടിയാ എന്ന് പറയേ. അന്നൊന്നും അവന് ഈ ദുസ്വഭാവം ഇല്ലായിരുന്നടി. ഒരു തുള്ളി അവൻ കുടിക്കത്തില്ലായിരുന്നു. നിന്റെ കഴുത്തിൽ താലി കെട്ടിയതിനു ശേഷമാ അവൻ മുഴുക്കുടിയനായത് എന്ന് ഗീത പറയേ. ദാസേട്ടനും അങ്ങനെ തന്നെയാണോ ഗീതേച്ചി എന്ന് ഗംഗ ചോദിക്കുന്നുണ്ട്. അത് കേട്ട് ദാസേട്ടനും ഗീതേ വെറുതെ പല്ലിയുടെ കുത്തി നാറ്റിക്കണ്ട എന്ന് പറയേ. ഗീതയും ആണുങ്ങളായാലേ കുറച്ച് കുടിച്ചെന്നൊക്കെ ഇരിക്കും, എന്നാലും അവൻ കാട്ടിക്കൂട്ടി അത്രയും ഭ്രാന്തൊന്നും ആരും കാട്ടിക്കൂട്ടില്ല എന്ന് വിളിച്ചു പറയേ. മദ്യപിച്ചു കഴിഞ്ഞ ദാസേട്ടനെ ഭ്രാന്താണെന്നല്ലേ ഗീതേച്ചി പറയുന്നത്? വിനീതേട്ടനെ മദ്യപിക്കണമെന്നില്ല, മദ്യം കണ്ടാ മതി ഭ്രാന്താ. തീരുമാനം എന്താന്ന് വെച്ച പറ. ഒന്നാം തരം സദ്യ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഭക്ഷണം തണുത്തു കഴിഞ്ഞാലേ അതിന്റെ ടേസ്റ്റ് പോകുമെന്നാ. വിനീതേട്ടൻ അത് ഇഷ്ടമല്ല എന്ന് ഗംഗ പറയേ. നീയും നിന്റെ വിനീതേട്ടനും കൂടി അങ്ങിരുന്ന് കഴിച്ചാ മതി, ഞങ്ങൾ ഇറങ്ങുവാ എന്ന് ഗീത പറയേ. അങ്ങനെയെങ്കിൽ അങ്ങനെ എന്ന് പറഞ്ഞ് ഗംഗ എവിടുന്ന് പോവുകയാ. അവള് പോയോടി, ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് ദാസേട്ടൻ പറയേ. ആ പോയി എന്ന് ഗീതയും. കഴിക്കുന്നില്ലെന്ന് നീ ഇങ്ങനെ അറുത്തു മുറിച്ച് പറയണ്ടായിരുന്നു. എനിക്ക് നല്ല വിശപ്പുണ്ട്. സ്വത്തിന്റെ കാര്യത്തിൽ തീരുമാനമാവാതെ കൈയും വീശി അങ്ങോട്ട് ചെന്ന സ്വർണ്ണമ്മ പച്ച വെള്ളം തരുമെന്ന് തോന്നുന്നില്ല എന്ന് ദാസേട്ടനും. അവള് കുറച്ച് നിർബന്ധിക്കുമെന്നല്ലേ ഞാൻ കരുതിയത് എന്ന് ഗീത പറയേ. ആ തലവര എന്ന് ദാസേട്ടനും. വീണ്ടും ഗീത ഷർട്ട് ഇടിക്കുമ്പോഴേക്കും വേദന കൊണ്ട് പുളഞ്ഞ് നിലവിളിക്കുക ദാസേട്ടനും. പിന്നീട് ദാസേട്ടനെയും പൊന്നുവിനെയും കൂട്ടിക്കൊണ്ട് ഗീത ഇറങ്ങി വരുമ്പോഴേക്കും ഹാളിലിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന സുജാത അവിടെ ഒളി കണ്ടിട്ട് നോക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അമ്മയോട് വഴക്കിട്ട് ഗീത ഇറങ്ങിപ്പോകുന്നതും ഗംഗയെ സുജാത മനസ്സറിഞ്ഞു സ്നേഹിക്കുന്നതും അച്ഛനെ ചതിച്ച ജയപാലനോട് താൻ പകരം ചോദിച്ചിരിക്കുമെന്ന് കാവേരി അമ്മയോടും മുത്തശ്ശിയോടും ഉറപ്പിച്ചു പറയുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.